എന്നെ ഇന്ന് നാട്ടിലുള്ള ഒരു ചേട്ടൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മെസ്സേജ് അയച്ചാണ്. പുള്ളി ഗൂഗിളിൽ എന്തോ കാര്യത്തിന് നോക്കിയപ്പോൾ ഈ എൻ്റെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഷെറിമൊഴി വെമ്മക്കുളം എന്നൊക്കെ കണ്ടപ്പോൾ പുള്ളി എനിക്ക് അയച്ചതാണ്. അപ്പോൾ ആ കെയർഫിൽ ഞാൻ പുള്ളിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങോട്ടും കൊണ്ട് അറിയുന്ന ആൾക്കാരാണ്. എന്നെ പല ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്, പല ആൾക്കാരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, പല ആൾക്കാരും എൻ്റെ സ്റ്റോറി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തെന്ന് എനിക്കറിയാം. എങ്കിലും അതിനിപ്പോൾ ഒന്നുകൂടി മെൻഷൻ ചെയ്യുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. ഞാൻ എക്സ്പെക്ട് ചെയ്ത പല ആൾക്കാരും എന്നെ വിളിച്ചിട്ടുമില്ല, പല ആൾക്കാരും എന്നെ മെസ്സേജ് അയച്ചിട്ടുമില്ല. ആരും ആ ഭാഗത്ത് സൈലന്റ് ആയിട്ടിരുന്നിട്ട്. കാരണം ഞാനിത് പറ്റുന്ന രീതിയിലൊക്കെ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും എല്ലാവരും ഇത് സാധനം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം എക്സ്പെക്ടേഷൻ പാടില്ല എന്നുള്ളത് അറിയാം. പക്ഷെ എക്സ്പെക്ടേഷൻ പാടില്ല എന്ന് ആര് പറയുമ്പോഴും ഈ പറയുന്ന ആൾക്കാരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് തിരിച്ചത് അതിനോട് എന്തെങ്കിലുമൊക്കെ ഒരു കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. ഞാനിവിടെ ശ്രദ്ധിക്കാറുണ്ട്, ഈ കത്രികൾ ഇതേമാതിരി അവരുടെ കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ നാട്ടിലത്തെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇതേമാതിരി വിന്നാവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ നല്ലോണം അവരങ്ങോട്ട് മെൻഷൻ ചെയ്യും, സ്റ്റോറി ഇടും. കാരണം നേരിട്ട് പോയിട്ട് വിഷ് ചെയ്യാനും ഹായ് പറയാനും നമുക്ക് പറ്റുന്ന വരില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിരിക്കും. സോഷ്യൽ മീഡിയയിൽ നമുക്ക് അറിയണത്. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്യും. അത് ഈ ചെയ്യുന്ന ആൾക്ക് സന്തോഷം കിട്ടണം, കിട്ടുന്ന ആൾക്ക് സന്തോഷം കിട്ടണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചാൻസ് കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോളണം. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്.